ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശൻ നേരെ സരയുനും ശാരീനെയും കാണാൻ വന്നിരിക്കുകയാണല്ലോ. ആ സമയത്താണ് അത് ചന്ദ്രസേനനും രൂപയൊക്കെ ഒരുമിച്ച കാര്യം സങ്കടത്തോടു കൂടി ശാരി പറയുന്നത്. എന്നാൽ അവരെങ്ങനെ ഒരുമിച്ചെന്ന് ആലോചിച്ചിട്ട് പ്രകാശനും അത്ഭുതമാവുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സരയു പറയുകയാണ്, വിക്രത്തിൻ്റെ അച്ഛൻ നല്ലൊരു മെക്കാനിക്കാണല്ലോ, അപ്പോൾ അവനും അവൾ സഞ്ചരിക്കുന്ന വണ്ടിയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അവർ അപകടത്തിൽപ്പെട്ട് മരിച്ചോളുമല്ലോ എന്ന്. അപ്പോൾ പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചെയ്തതല്ലേ ഞാൻ, എന്നിട്ട് സംഭവിച്ചതോ എൻ്റെ മോനാണ് അപകടം സംഭവിച്ചത്. ആ ചന്ദ്രസേന അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാം മാറി മറിഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാഹുലും അകത്തല്ലേ, അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഷാരി വിഷമത്തോടെ പറയുന്നുണ്ട്, ഇനി അങ്ങേരെ നോക്കണ്ട പ്രകാശ, അങ്ങേരെ ആഗ്രഹിച്ചതൊക്കെ നടക്കാതെ വന്നപ്പോൾ അങ്ങേര് വേറൊരാളായി മാറി. ഇപ്പം തന്നെ ഷോക്കൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുക. ഇനി നോർമലാവുന്ന പ്രതീക്ഷ. അങ്ങനെ ആവട്ടെ, അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്ക്. അവനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം ആവുമായിരുന്നു. പ്രകാശനും പറയാണ്, എൻ്റെ മോനേക്കാളും അവൾ മുകളിലോട്ട് പോയപ്പോഴേ ഞാൻ നശിച്ചു. മരിച്ച പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയോ, അവന് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ നടന്നത്. എന്നിട്ട് കിട്ടിയതോ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട പെണ്ണ്. അത് കേൾക്കുന്ന സമയത്ത് സരയും ശാരിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, നിങ്ങൾക്കറിയോ, ആ ശരണ്യ എന്ന് പറയുന്നവൾ എൻ്റെ മോനെ കുടുക്കിയതാ. ഒരിക്കലും അവൻ അവളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇന്നെന്താ നടന്നതെന്നറിയോ, നെഞ്ചിൽ തീയുമായിട്ടാണ് ഞാനിന്ന് അവിടെ നിന്നത്. കല്യാണിയും കിരണും സോണിയും അവളുടെ ആ പുതിയ ഭർത്താവും എല്ലാം കൂടി എൻ്റെ വീട്ടിലേക്ക് ഇന്ന് വലിഞ്ഞു കയറി വന്നു. എന്നിട്ട് വിളമ്പി കൊടുക്കേണ്ടി വന്നു എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അവർ കഴിച്ചു. നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വന്നു എനിക്ക്. ഒരു തുള്ളി വെള്ളം ഞാൻ അതിനുശേഷം കുടിച്ചിട്ടില്ല, അറിയോ. പ്രകാശം നിന്ന് വിറക്കുകയായിരുന്നു. കാരണം അത്രയും നേരം അനുഭവിച്ച ആ ഫ്രസ്ട്രേഷൻ മൊത്തം അവരെടുത്ത് തീർക്കുകയാണ്. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, കല്യാണി എന്ന് പറയുന്ന അവളെ വെള്ള പുതപ്പിച്ചാൽ മാത്രമേ ഇനി എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അവൾ വളർന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവൾ എൻ്റെ മോനേക്കാളും വളർന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അറിയോ. കോടതി എന്നെ തൂക്കിക്കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവളുടെയും അവളുടെ അമ്മയുടെയും കണ്ണുനീര് എനിക്ക് കാണണം. എന്നിട്ടാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതിനുശേഷം സരയു ഷാരിനോട് പറയുന്നുണ്ട്, അയാളെ ഒന്ന് തിളപ്പിച്ചു കൊടുത്താലേ കാര്യം നടക്കും. അത് കേട്ട സമയത്ത് സന്തോഷത്തോടു കൂടി ഷാരിയും പറയുന്നുണ്ട്, അതാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. സരയുനും ഷാരിക്കും ശരിക്കും പറഞ്ഞാൽ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു പ്രകാശൻ അത്രയും തിളച്ചിട്ട് കല്യാണിയെക്കുറിച്ച് സംസാരിച്ച സമയത്ത്. ഷാരി പറയുന്നുണ്ട്, എന്തായാലും കരുവാക്കാൻ ഒരുത്തനെ കിട്ടിയല്ലോ മോളെ, അത് തന്നെ മഹാഭാഗ്യം. ഷോക്ക് കൊടുത്തതിന് ശേഷം കാലിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടാണ് രാഹുലിനെ കിടത്തിയിരിക്കുന്നത്. ആ കാഴ്ച കണ്ട് കുറച്ചു നേരം ആസ്വദിച്ച് നിൽക്കുകയാണ് മനോഹർ. അതിനുശേഷം മുറിയിലേക്ക് കയറി വന്ന് വാതിലൊക്കെ അടച്ചിട്ട് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, സുഖമല്ലേ. അപ്പോൾ രാഹുൽ എഴുന്നേറ്റിരുന്ന് പറയാണ്, ആൾക്കാർ അഴിക്കുള്ളിൽ കിടക്കുന്ന 2 സ്ഥലമാണ് ഉള്ളത്. ഒന്ന് ഇതുപോലുള്ള മെൻ്റൽ ഹോസ്പിറ്റലും പിന്നൊന്ന് ജയിലും. അതിൽ രണ്ടാമത് പറയുന്നതാ ഇനി എൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിന്നെ വെട്ടിക്കീറിയിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കൂടാ. എന്തായാലും ഞാനിപ്പോൾ ഒരു മെൻ്റൽ പേഷ്യൻ്റാ. എന്നെ മെൻ്റലാക്കി ഷോക്ക് തരുവിച്ച നീ തീരാൻ പോകുന്നത് എൻ്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും. അത് കേട്ട് നിന്ന് പുച്ഛത്തോടെ മനോഹർ പറയുന്നുണ്ട്, അമ്മായിയച്ഛൻ കളിച്ചതുപോലുള്ള വൃത്തികെട്ട കളികളൊന്നും ഞാൻ കളിച്ചിട്ടില്ല. എന്നെ സ്നേഹിച്ച പെൺകുട്ടികൾ എനിക്കൊപ്പം കഴിഞ്ഞപ്പോഴെല്ലാം ഞാൻ അവർക്ക് സുഖവും സന്തോഷവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം തന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ സരയുവിന് ഇഷ്ടമായിരുന്നു നിങ്ങളുടെ അനന്തിരവൻ കിരണിനെ. എന്നാൽ ഞാൻ സരയുവിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവനെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് നിങ്ങളുടെ മോള് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാഹുൽ അതിന് മറുപടി ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, അവനോടിപ്പോൾ വെറുപ്പാ. അതാണ് മിടുക്ക്. പെൺകുട്ടികളെ തളയ്ക്കാനുള്ള എൻ്റെ മിടുക്ക്. അവർക്കൊപ്പം ജീവിക്കുമ്പോഴേ അവർക്ക് മാക്സിമം സുഖം കൊടുക്കണം, അതിനുശേഷം അവിടുന്ന് പോവുക. അതാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ താനോ, സ്വന്തം പെങ്ങളെ വരെ താൻ വഞ്ചിച്ചില്ലേ. അവരും നല്ലവരായ അവരുടെ ഭർത്താവും തമ്മിൽ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കേണ്ടതാ. അതെല്ലാം താൻ തല്ലിക്കെടുത്തിയില്ലേ. ഇപ്പോൾ വയസ്സാം കാലത്ത് അവരൊന്നിച്ചിരിക്കുന്നത്. അത് മാത്രമാണോ, ഇടയ്ക്ക് അമ്മയും മക്കളെയും തമ്മിൽ തെറ്റിച്ചില്ലേ താൻ. എടോ, ഇതൊക്കെ ചെയ്ത തനിക്ക് എന്നെക്കുറിച്ച് പറയാൻ ഒരു അധികാരവും ഇല്ല. ഇന്ന് ഞാൻ കൊല്ലാൻ പറഞ്ഞാലേ തൻ്റെ ഭാര്യയും മോളും തന്നെ കൊല്ലും. അതാണ് അവസ്ഥ. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇതിനകത്ത് കഴിയുന്നതാ തനിക്ക് നല്ലത്. അപ്പോഴൊന്നും രാഹുൽ മറുപടി ഒന്നും പറയാതെ കേട്ടിരിക്കുകയാണ്. അപ്പം മനോഹർ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഡോക്ടർമാർക്കറിയാലോ രോഗികളെ കാണുമ്പോൾ. പിന്നെ ഇന്നലെ വയലൻ്റ് ആയതുകൊണ്ടാണ് ഷോക്ക് തന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ എപ്പോഴും കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് വെളിവില്ലാതെ വന്നാൽ ആയുധം എടുക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും അമ്മായി അച്ഛനെ ചങ്ങലയിൽ തളച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇതിനൊക്കെ ദൈവം നിന്നോട് ചോദിക്കുവടാ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ഇപ്പം ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുമായിരിക്കും ശിക്ഷ.
എങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം നന്നായിട്ട് ജീവിക്കണം എന്നാ എൻ്റെ ഒരു ചിന്ത. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ നാളെ സംഭവിക്കേണ്ടത് ഇന്നേ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. പിന്നെ താര എന്ന സ്ത്രീ എന്നായാലും സരയു അവരുടെ മകളാണെന്നുള്ള കാര്യം സ്ഥാപിച്ചെടുക്കും. പിന്നെ ഭാര്യയും നിങ്ങളുടെ മകളും ഒക്കെ നിങ്ങളെ പൂർണ്ണമായും വെച്ചൊഴിയും. പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്വത്തൊന്നും നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചെമ്മീനിലെ ചെമ്പൻ കുഞ്ഞിനെ പോലെ ബകാസുരൻ ആർത്തി പൂണ്ട് നാട്ടിലൂടെ അലഞ്ഞു നടക്കും, നാട്ടുകാർക്ക് തലവേദനയായിട്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നീ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാ എൻ്റെ മോളെടുത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അത് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പം മനോഹർ ചിരിച്ചുകൊണ്ട് പറയാണ്, അല്ലെങ്കിലും ഇനി അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. പിന്നെ നിങ്ങളുടെ മകളുടെ സ്വർണ്ണമൊക്കെ കുറച്ച് ബാങ്കിലിരിപ്പുണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. രാഹുൽ ഇങ്ങനെ ഷോക്കായിട്ടാണ് മനോഹർ പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പം മനോഹർ പറയുന്നുണ്ട്, അത് കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാറിൽ കയറി എയർപോർട്ടിലേക്ക് പോകും. ഫ്ലൈറ്റിൽ കയറാനാ പോകുന്നത്. പക്ഷേ എയർപോർട്ടിനടുത്ത് ചെന്ന ശേഷം ദേ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു മുങ്ങും. പിന്നെ ഞാൻ അമേരിക്കയിലാണോ ജപ്പാനിലാണോ ഇന്ത്യയിൽ തന്നെയാണോ എന്നറിയാൻ പറ്റത്തില്ല അമ്മായി അച്ഛ. മനോഹറിൻ്റെ പ്ലാന് കേൾക്കുന്ന സമയത്ത് രാഹുലിന് ദേഷ്യം അരിച്ചു കയറുന്നുണ്ടായിരുന്നു. അപ്പം മനോഹർ പറയാണ്, വെറുതെ ദേഷ്യപ്പെടണ്ട, വയലൻ്റ് ആയാലേ ഒരു ഷോക്ക് കൂടി അവർ തരും. അങ്ങനെ 2-3 പ്രാവശ്യം തന്നാൽ പിന്നെ കോമ സ്റ്റേജ് ആവും. ഇങ്ങനെ പിന്നെ ഒന്നും നടക്കത്തില്ല കേട്ടാ. ദേ ഞാൻ പോയി കഴിഞ്ഞാലേ ഭാര്യയ്ക്കും മോക്കും ജീവിക്കേണ്ടതാ. അതിനെ ഈ തടി ഇങ്ങനെ സൂക്ഷിച്ചേ പറ്റൂ കേട്ടാ. എന്നിട്ട് മുറിക്ക് പുറത്തിറങ്ങാൻ പോവായിരുന്നു. പെട്ടെന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കും, എടോ വിളിപ്പിക്കണോ? അപ്പോൾ രാഹുൽ ആരെന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ പറയും, എടോ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ വിളിപ്പിക്കണോന്ന്, ആ സംസാരിക്കാത്ത സ്ത്രീയെ വിളിപ്പിക്കണോന്ന്. അപ്പോൾ രാഹുൽ ഇങ്ങനെ ഞെട്ടിയിട്ട് മനോഹറിനെ നോക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും തനിക്കൊരു കുഞ്ഞിനെ തന്നത് അവരാ, ആ നന്ദിയെങ്കിലും അവരോട് കാണിക്കടോ. അപ്പോഴേക്കും രാഹുൽ ദേഷ്യത്തോടെ പറയൂ, നീ പോടാ, താൻ പോടോ, ഒടങ്ങി കിടന്നിട്ടില്ലെങ്കിലേ ഇത് വയറ് ഞാൻ ചവിട്ടി പൊളിക്കും പറഞ്ഞേക്കാം. മനോഹർ ദേഷ്യത്തോടെ എടുത്ത് ചാടുകയാണ്. അപ്പോൾ രാഹുൽ ഒന്നും പറയാതെ പേടിച്ച പോലെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഫ്രോഡിൻ്റെ അച്ഛനാ, ഫ്രോഡിൻ്റെ ഗോഡ് ഫാദർ. എന്നിട്ട് എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നാണ് പറയുന്നത്. ചെയ്ത് കാണിക്കേ എന്നും പറഞ്ഞ് അയാളുടെ നേരെ ഷൗട്ട് ചെയ്യാണ്. അപ്പോഴേക്കും സരയു റൂമിന് പുറത്ത് വന്ന് ഗ്ലാസ്സിന് പുറത്ത് നിന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ മനോഹർ സരയുവിനെയും കാണുന്നുണ്ട്. അപ്പോൾ മനോഹർ പെട്ടെന്ന് നല്ല ജെന്റിൽമാൻ ലുക്ക് ആവുകയാണ്. എന്നിട്ട് ശബ്ദം താഴ്ത്തി രാഹുലിനോട് പറയുന്നുണ്ട്, ദേ തൻ്റെ മോള് വരുന്നുണ്ട്. അപ്പോഴേക്കും സരയു വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നുണ്ട്. വളരെയധികം വിഷമത്തോടു കൂടിയാണ് സരയു മുറിയിലേക്ക് വരുന്നത്. അതിനുശേഷം രാഹുലിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, അച്ഛനൊന്നുമില്ല, അച്ഛൻ കിടക്ക്. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ കൈ മാറ്റുകയാണ്. അപ്പം സരയു പറയുന്നുണ്ട്, അച്ഛൻ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അച്ഛൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും മനോഹർ ആക്ടിങ് തുടരുകയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല സരയു, നമ്മുടെ കല്യാണത്തിന് ശേഷം എന്തൊക്കെ കാഴ്ചകളാണ് ഞാൻ കണ്ടത്. അപ്പോൾ രാഹുൽ സരയുവിനോട് പറയുന്നുണ്ട്, ഇവൻ്റെ കരച്ചിലിൽ ആത്മാർത്ഥതയൊന്നും ഇല്ല മോളെ, ഇവൻ പേരും കള്ളനാ. അപ്പം മനോഹർ സങ്കടത്തോടു കൂടി സരയുവിനോട് പറയാണ്, മാറിയിട്ടില്ല, ദേ ഷോക്ക് കൊടുത്തിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടു കൂടി മനോഹറിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് സരയുവിനോട് പറയാണ്, ശരിക്കും ദേ ഇവനാ ഷോക്ക് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും സരയു കേൾക്കാൻ വേണ്ടി മനോഹർ പറയുന്നുണ്ട്, കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് സരയുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ദേ അധിക നേരമൊന്നും അടുത്ത് നിൽക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചില സമയത്ത് മോളോ മരുമോനോ ഭാര്യയോ എന്നുള്ള ബന്ധമൊക്കെ നശിക്കും. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് പറയും, പിന്നെ ഇവിടെ മാരകായുധങ്ങളൊന്നുമില്ല, എങ്കിലേ ചങ്ങല പൊട്ടുവാണെങ്കിലേ ഇതെടുത്ത് തലയിലടിക്കും, ആ ഓർമ്മ വേണം. മനോഹർ പറയുന്നതൊക്കെ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ രാഹുൽ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അതിനുശേഷം സരയുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നെഞ്ച് പറിച്ചു തന്ന ഈ അച്ഛനെ നീ വിശ്വസിക്കുന്നില്ലല്ലോ മോളെ. അപ്പോൾ സരയു സങ്കടത്തോടെ പറയാണ്, വിശ്വസിക്കാത്തത് കൊണ്ടാണോ അച്ഛാ ഇവിടേക്ക് കൊണ്ടുവന്നത്, അച്ഛനെ നോർമലാക്കി എടുക്കണമെന്ന് തോന്നിയത്. അപ്പം ഗത്യന്തരം ഇല്ലാണ്ട് വീണ്ടും രാഹുൽ സങ്കടത്തോടെ പറയാണ്, ഞാൻ നോർമലാ മോളെ. പെട്ടെന്ന് തന്നെ മനോഹർ പറയും, ആ നോർമലാ, ബാക്കിയുള്ളവരെല്ലാം അബ്നോർമൽ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ തലയിളക്കുകയാണ്. അപ്പം സരയു പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ കാണാൻ വയ്യാത്തോണ്ടാ അമ്മ പോയി വെളിയിലിരിക്കുന്നേ. അപ്പോൾ മനോഹർ പറയും, എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ വീണ്ടും പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ നാളെ ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് കിടക്കാൻ പോകുന്നത് നീയും നിൻ്റെ അമ്മയും ആയിരിക്കും. സരയുവിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ കേട്ടുകൊണ്ട് മനോഹർ നിൽക്കുകയാണ്. മനോഹർ ഇങ്ങനെ പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട്, ഇയാൾ പറയുന്നൊന്നും ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ സരയു സങ്കടത്തോടെ പറയാണ്, അച്ഛൻ മരുന്നൊക്കെ നന്നായിട്ട് കഴിക്ക്, ഞങ്ങൾ പിന്നെ വന്ന് കാണാം, വാ മനുവേട്ടാ. എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ സരയു കാണാതെ മനോഹർ പറയുന്നുണ്ട്, ചങ്ങലയും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്നോ. ആ സമയത്ത് ശരിക്കും രാഹുലിന് ഭ്രാന്ത് പിടിച്ച പോലെ തോന്നുകയാണ്. അതേസമയത്ത് രൂപ ചിന്തിക്കുകയാണ്, അവൻ മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് ഞാൻ വിളിക്കാതിരിക്കുന്നത് അവനിൽ സംശയം ഉണ്ടാക്കും. ഏതായാലും ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രൂപ അയാളെ വിളിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രാഹുൽ പറയുന്നുണ്ട്, നിൻ്റെ വിളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു രൂപേ, എനിക്കൊരു കുഴപ്പമില്ല,
ഞങ്ങൾക്കിടയിൽ ഒരു കുറുക്കം വന്നിട്ടുണ്ടല്ലോ എൻ്റെ മരുമോനായിട്ട്. അവൻ്റെ ബുദ്ധിയാ എന്നെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കിയത്. അപ്പോൾ അറിയാത്തതുപോലെ ആദ്യം ഒരു കൗശല ചിരിച്ചതിന് ശേഷം അറിയാത്തതുപോലെ രൂപ ചോദിക്കുകയാണ്, അയ്യോ ഏട്ടൻ മെൻ്റൽ ഹോസ്പിറ്റലിലാണോ? അപ്പോൾ രാഹുൽ സങ്കടത്തോടെ പറയും, അതേ രൂപേ, എന്നെ ബോധം കെടുത്തിക്കൊണ്ട് വന്നതാ, എന്നിട്ട് എനിക്ക് ഷോക്കും തന്നു. അതൊക്കെ കേൾക്കുന്ന സമയത്ത് രൂപക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ രൂപ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണക്കായിപ്പോയി, നിനക്ക് ഷോക്കല്ല തരേണ്ടത്, ഇലക്ട്രിസിറ്റി നിൻ്റെ ദേഹത്തൂടെ വിട്ട് നിന്നെ മരവിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ രാഹുൽ പറയാണ്, നിനക്കിത് വിഷമായി എന്നറിയാം, പക്ഷേ അത് സംഭവിച്ചു രൂപേ, സംഭവിച്ചു. അപ്പോഴേക്കും ഷാരി കതക് തുറന്ന് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ രൂപയോട് സംസാരിക്കുന്നത് കേട്ട സമയത്ത് അവിടെ നിന്ന് കേൾക്കുകയാണ് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രൂപ സങ്കടത്തോട് ചോദിക്കുകയാണ്, എന്നിട്ട്? രാഹുൽ ദേഷ്യത്തോടെ പറയും, എന്നിട്ട് എന്താ, എന്നെ ഇവിടെ കിടത്തിയിരിക്കുക, ഓരോ മരുന്നും തരുന്നുണ്ട്, ഞാനത് വായിക്കകത്തിട്ട് തുപ്പിക്കളയുക. അപ്പോൾ ഷാരി ഇങ്ങനെ സംശയത്തോടെ കേട്ട് നിൽക്കുകയാണ്. അത് പോട്ടെ, അവിടുത്തെ കാര്യം എന്തായി രൂപേ? അപ്പോൾ രൂപ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഏട്ടൻ അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു മറുപടി ഒന്നും പറയാതെ രാഹുൽ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, ആ കല്യാണം മുടക്കാൻ ഏതോ ദ്രോഹികൾ, കണ്ണിൽ ചോരയില്ലാത്തവന്മാർ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തു എന്നറിയോ? രാഹുൽ ദേഷ്യത്തോടു കൂടിയാണ് രൂപ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നത്, പക്ഷെ തിരിച്ചൊന്നും മറുപടി പറയുന്നില്ല. അപ്പം രൂപ പറയുന്നുണ്ട്, എന്നിട്ടും ആ കല്യാണം നടന്നു ഏട്ടാ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാഹുൽ പറയാണ്, അത് ചെയ്യിച്ചത് അവന്മാരായിരിക്കും, ആ പ്രകാശനും അവൻ്റെ മോനും. അപ്പോൾ രൂപയും പറയും, അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ ഏട്ടാ. എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. കിട്ടി. ഇനി ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ സേനനെ ഫിനിഷ് ചെയ്യണം. രൂപക്കത് കേൾക്കുന്ന സമയത്ത് ഷോക്കും ദേഷ്യവും ഒരുപോലെ വരികയാണ്. പക്ഷേ ഷാരി ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്, കാരണം ഇതൊക്കെ ഇവരുടെ പ്ലാൻ ആയിരുന്നോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നിനക്കിനി അതിന് പ്രയാസമൊന്നും ഇല്ലല്ലോ രൂപേ? അതെല്ലാം കേൾക്കുന്ന സമയത്ത് ഷാരിക്ക് അങ്ങോട്ട് സന്തോഷം വരികയാണ്. അപ്പോൾ ഇതൊക്കെ ആങ്ങളുടെയും പെങ്ങളുടെയും ഐഡിയ ആയിരുന്നോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ബാക്കിയൂടെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നല്ലേ അവൻ്റെ വിശ്വാസം? അതുകൊണ്ട് നിഷ്പ്രയാസം നിനക്ക് അവനെ കൊല്ലാൻ പറ്റും. രൂപ വെറുപ്പോടു കൂടിയാണ് രാഹുൽ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ പറയാണ്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ട് നീ ഒരു യാത്ര പോ, ഞാൻ അവിടെ എൻ്റെ ആൾക്കാരെ അയച്ചോളാം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഷാരിക്ക് അങ്ങോട്ട് സന്തോഷം വരികയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് കൂടി സംശയം തോന്നാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരെന്നെ വെറുക്കും, പിന്നെ അവരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല. അപ്പോൾ രാഹുൽ പറയാണ്, എനിക്കറിയാൻ രൂപേ, പക്ഷേ അവൻ നമുക്കിടയിൽ നിന്നും പോണം. രൂപ ഇങ്ങനെ ദേഷ്യത്തോടെ, കടിച്ചാൽ പൊട്ടാത്ത ദേഷ്യത്തോടെ കേട്ട് നിൽക്കുകയാണ് രാഹുൽ പറയുന്നത്. അപ്പം രാഹുൽ പറയുന്നുണ്ട്, എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ രൂപ പറയാം, എനിക്കറിയാം ഏട്ടാ, ഞാൻ നോക്കാം, ഇടയ്ക്ക് ഞാൻ ഏട്ടനെ വന്ന് കാണാം, ഫോണിലൂടെ ഇതൊന്നും പറയണ്ട. ശരി രൂപേ. കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം രൂപ ചിന്തിക്കുന്നുണ്ട്, അവൻ എൻ്റെ ഭർത്താവിനെ എന്നെക്കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കണം. ദുഷ്ടൻ, ഇങ്ങനെ പോയാ അവൻ ശരിക്കും മെൻ്റലാവും, അല്ലെങ്കിൽ ആക്കും, ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ. അപ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ ഷാരി മുറിയിലേക്ക് കയറി വരികയാണ്. ഇതുവരെ സംസാരിച്ചൊന്നും കേട്ടില്ല എന്നുള്ളൊരു ഭാവത്തോടെ. എന്നിട്ട് മുറിയിലെത്തിയതിന് ശേഷം ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, എന്തിനാടി നീ ചിരിക്കുന്നേ? അപ്പോഴൊന്നും മറുപടി പറയാതെ ചിരിക്കുകയാണ്. അപ്പം രാഹുൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ കിടപ്പ് കണ്ടപ്പോൾ നിനക്ക് സന്തോഷമായി കാണുമല്ലേ? അപ്പോൾ ഷാരി പറയാണ്, എൻ്റെ രാഹുലേട്ടാ, ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നതല്ലേ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഏട്ടനെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് പറയാം. ഷാരി നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഏട്ടൻ ഇനി മരുന്നൊന്നും കഴിച്ചില്ലേലും ഒരു കുഴപ്പമില്ല. അപ്പോൾ രാഹുൽ ഇങ്ങനെ സംശയത്തോടെ ഷാരിയെ നോക്കുകയാണ്, ഇതെന്ത് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു അർത്ഥത്തിൽ. എന്നിട്ട് ചാടി എഴുന്നേറ്റിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം? നീയാണല്ലോ എൻ്റെ മോളെക്കാളും ആ കുറുക്കനേക്കാളും എനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ ഷാരിക്ക് ദേഷ്യം വരികയാണ്, എന്തും ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ മരുമോനെ കുറുക്കനൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ രാഹുലും പറയും, ഞാനേ ഒന്നും പറയുന്നില്ല, പറഞ്ഞാലേ കൂടിപ്പോവും, എന്നാലേ ഒന്നും പറയണ്ട. അതിനുശേഷം ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, കേൾക്കേണ്ടത് ഞാൻ കേട്ടല്ലോ, ആങ്ങളെയും പെങ്ങളും കൂടിയുള്ള നാടകമായിരുന്നല്ലേ അപ്പോൾ ഇത്. ഷാരി സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് അതൊന്നും പങ്കിടാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ. അപ്പം ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രൂപ അപ്പോൾ ചന്ദ്രസേനനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയാളെ സ്നേഹിക്കുന്നതല്ലേ? ഷാരി സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടപ്പം രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത്? അപ്പോൾ രാഹുൽ പറയാണ്, ഒന്നുമില്ലെന്ന് നീ പറഞ്ഞാലും ഇനിയും എന്തൊക്കെയോ നിൻ്റെ മനസ്സിലുണ്ട്, ഇനിയും എനിക്ക് ഷോക്ക് തരാൻ പറയോ? അപ്പോൾ ഷാരി പറയുന്നത്, ഒരിക്കലും ഇല്ല, ഏട്ടൻ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോട്ടോ. പിന്നെ ഗുളികമാരി കഴിച്ചൊന്നും ഇല്ലല്ലോ? അപ്പോൾ രാഹുൽ ദേഷ്യത്തോട് പറയുന്നു, നീ നിൻ്റെ പാട്ടിന് പോടി. അയാൾ എത്ര ചൂടായിട്ടും ഷാരി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ മുറിവിട്ട് ഇറങ്ങി പോകുന്നത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് സോഫയിൽ ഇരുന്നുകൊണ്ട് രാഹുലിന് വന്ന ആ മാറ്റങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു സരയു. അവൾ ആകെ മൊത്തം സങ്കടത്തിലാണ്. കാരണം രാഹുലിൻ്റെ ആ സമയത്തുള്ളൊരു വെപ്രാളവും തലപിടിച്ചിട്ടുള്ള ആ ഒരു കളികളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഷാരി അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നത്. എന്താ ആലോചിക്കുന്നേ? അപ്പോൾ സരയു സങ്കടത്തോടെ എഴുന്നേറ്റ് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അമ്മേ.
ഇനി അതൊന്നും ആലോചിക്കേണ്ട മോളെ എന്ന് സന്തോഷത്തോടു കൂടിയാണ് ഷാരി പറയുന്നത്. ഒരു ഗുഡ് ന്യൂസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സരയു ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ നോർമലായോ? അത് പെട്ടെന്നൊന്നും അങ്ങനെ നോർമലാവാൻ തോന്നില്ല. അപ്പോൾ സരയു ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഷാരി പറയുന്നുണ്ട്, പക്ഷേ മോളെ അങ്ങേര് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്താ അമ്മേ? ഞാൻ രാഹുലേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് അദ്ദേഹം രൂപയായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മോളെ, രൂപ ഇപ്പം ചന്ദ്രസേനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് അഭിനയാ. സരയു ശരിക്കും ഷോക്കായി പോവാണ്. അത് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മോളെ. അപ്പോൾ സരയു ചോദിക്കണ്ടേ, എന്ന് വെച്ചാൽ ഭർത്താവിനെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിച്ച ശേഷം സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ഭാര്യയെ കൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മരണം ഉറപ്പാക്കുക. സരയു സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ അമ്മ പറഞ്ഞത്? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ മോളെ നിൻ്റെ അച്ഛൻ രൂപയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ രൂപയെ ജീവനോടെ കത്തിച്ച ഒരുത്തനെ അവൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? സരയു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.